ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ ദിവസമായിരുന്നു T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗില്ലിന് തൻ്റെ സ്ഥാനം നഷ്ടമായി എന്നുള്ളതാണ്. മലയാളി താരമായ സഞ്ജു സാംസൺ ഇതിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ജിതേഷ് ശർമ്മക്കും സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പകരം ഇഷാൻ കിഷൻ വന്നിട്ടുണ്ട്. കൂടാതെ റിങ്കു സിംഗും ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഈ T20 സ്ക്വാഡിനെ നമുക്ക് IPL ഫ്രാഞ്ചൈസികളുടെ കണ്ണിലൂടെ ഒന്ന് നോക്കാം. അതായത് ഈ T20 സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇടം നേടിയത് അത് മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ്. അതായത് 4 താരങ്ങളാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഈ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, ഈ 4 താരങ്ങളാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് KKR ആണ്. അവരുടെ ഫ്രാഞ്ചൈസിയിൽ നിന്നും 3 താരങ്ങൾ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ റിങ്കു സിംഗ് ആണ്. അതുപോലെ തന്നെ ഹർഷിത് റാണ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം SRH വരുന്നു. അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഇഷാൻ കിഷനും ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് വരുന്നു. ശിവം ദൂബെ, സഞ്ജു സാംസൺ എന്നിവരാണ് CSKയിൽ നിന്നും ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയ താരങ്ങൾ. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ് വരുന്നു. അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ഉണ്ട്. അതിനുശേഷം പഞ്ചാബ് കിങ്സ് വരുന്നു. അർഷദീപ് സിംഗ് ആണ് അവരുടെ ടീമിൽ നിന്നും ഇടം കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസ് അഥവാ വാഷിംഗ്ടൺ സുന്ദറാണ് GTയിൽ നിന്നും ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഫ്രാഞ്ചൈസികളുടെ ഒരു കാര്യം വരുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്നോ RCBയിൽ നിന്നോ അതല്ലെങ്കിൽ LSGയിൽ നിന്നോ ഒരൊറ്റ താരത്തിന് പോലും ഇന്ത്യയുടെ ഈ ഒരു സ്ക്വാഡിലേക്ക് ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ജിതേഷ് ശർമ്മ RCBയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. അതോടുകൂടിയാണ് RCBയുടെ ഒരു പ്രാതിനിധ്യം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.